എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന രീതിയിൽ. ശബരിമലയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഭക്തരുടെ സന്തോഷമാണ്. ശബരിമലയിൽ വരുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുണ്ട്. അവരുടെ തൃപ്തിയാണ് നമ്മുടെ മോട്ടോ. ദേവസ്വം ബോർഡിൻ്റെ ആയാലും പോലീസിൻ്റെതായാലും ഗവൺമെൻറ്റിൻ്റെതായാലും ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ തൃപ്തിയാണ്. നന്നായിട്ട് പോയി. മൂന്നാമത്തെ ഫേസും അങ്ങനെ നന്നായിട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ മിക്കവരെല്ലാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം പഴയ ആളല്ല, നിങ്ങളാണ് തുടരുന്നവരും നിൽക്കുന്നില്ല. എങ്കിലും എല്ലാവരും ഒക്കെ ഒരുമിക്കുമ്പോൾ നമ്മൾ വളരെയധികം മുന്നൊരുക്കങ്ങൾ ഇപ്രാവശ്യം നടത്തി. മുമ്പ് നടന്നതിനേക്കാൾ മുന്നൊരുക്കം ഇപ്രാവശ്യം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡായാലും അത് ഗവൺമെൻറ് ലെവൽ ഏറ്റവും മുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ലെവൽ, ADGP സാറ്, അങ്ങനെ താഴോട്ട് എല്ലാ നിലയിലും മറ്റ് എല്ലാ വിഭാഗം ഗവൺമെൻറ് സംവിധാനങ്ങളും മറ്റ് ഫോഴ്സും എല്ലാം തന്നെ, അതിനൊപ്പം തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കൾ അവരും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മനസ്സ് മനസ്സിലാക്കി നമുക്കൊപ്പം തന്നെ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നു. ഈ ഒരു കഴിഞ്ഞ 4 മീറ്റിങ്ങുകളിലും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുഗമമായിട്ടാണ് നമ്മുടെ ഈ ഒരു സീസൺ മുന്നോട്ടേക്ക് പോകുന്നത്. അതിലെ എല്ലാ വകുപ്പുകളുടെയും ഒരു കൂട്ടായ ശ്രമം, അതുപോലെ തന്നെ ഒരു കോർഡിനേഷൻ, ഏകോപനം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഫലത്തിലാണ് നമ്മളിപ്പോൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. കഴിഞ്ഞ 4 മീറ്റിങ്ങുകളിലും എല്ലാ വകുപ്പുകളെയും അഭിനന്ദിച്ചു. 5ാമത്തെ മീറ്റിങ്ങിലും അഭിനന്ദിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ഹൈ ലെവൽ മീറ്റിങ്ങുകളിലും ഇതേ രീതിയിൽ തന്നെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്നുള്ളൊരു പ്രത്യാശ കൂടി പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഒരു ഏകോപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്ന ഉദ്യോഗസ്ഥർ, ഓരോ ഫേസ് കഴിഞ്ഞ് വരുന്ന ഉദ്യോഗസ്ഥരും കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ സൂചിപ്പിച്ചതാണ്, എന്നാലും ആവർത്തിക്കുന്നു, പ്രോപ്പറായിട്ടുള്ളൊരു ബ്രീഫിംഗ് നിങ്ങളുടെ ഓരോ ഫേസ് കഴിഞ്ഞ് വരുന്ന ഉദ്യോഗസ്ഥർക്കും കൊടുക്കേണ്ടതാണ്. ഇവിടെ നടക്കുന്ന സിസ്റ്റത്തെ പറ്റിയും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയും എന്നെല്ലാം. എങ്കിൽ മാത്രമേ ആശയക്കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ എടുത്തിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളിൽ മേൽ മിനിറ്റ്സ് എല്ലാവർക്കും കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അതിലേതൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കാതെ ബാക്കിയുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്ക് സൂചിപ്പിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു മഴയുടെ ഒരു പോസ്റ്റ് റെയിൻ എന്നുള്ള രീതിയിൽ ഒരു ഫോഗിങ്ങും അതുപോലെ തന്നെ സോഴ്സ് റിഡക്ഷനും ഒക്കെ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അത് ഏകദേശം നടക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ ഓഫീസേഴ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന്. ഡോക്ടർ ശ്യാം. അപ്പോൾ അതിനിയും തുടർന്ന് പോവുക. അപ്പുറത്തേക്ക് തന്നെ മാറ്റിയിട്ടേക്ക്. ചാക്കിനകത്ത് കെട്ടുന്നത് ഞാൻ എനിക്കൊരു ഈ ബിന്ന് എക്സ്ട്രാ വന്നായിരുന്നു നിങ്ങൾക്ക് അന്ന് റേറ്റിനകത്ത് ഒരു ടെൻഡർ ഇഷ്യൂ, റേറ്റ് ഇഷ്യൂ